വചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഷാലോം ടെലിവിഷനിലൂടെ തിരുവചനം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ ഒരാഗ്രഹമുണ്ട്, മറ്റുള്ളവർ എന്നെ സഹായിക്കണം. അപ്പനിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്നു, അമ്മയിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്നു, പ്രിയപ്പെട്ടവരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്നു, മറ്റുള്ളവരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്നു. സഹായം ലഭിക്കാതെ ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും ജീവിക്കാനായിട്ട് പറ്റുകയില്ല. ഒരു സ്കൂളിൽ ഒരു അഡ്മിഷൻ എനിക്ക് കിട്ടണം, അവരെന്നെ പഠിപ്പിക്കണം, പഠിച്ചു വളരുന്നു, ഒരു ജോലിക്ക് ആരെങ്കിലുമൊക്കെ എന്നെ ഒന്ന് സഹായിക്കണം. അങ്ങനെ മറ്റുള്ളവരെ ആശ്രയിച്ചാണ് മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ. എന്നാൽ പലപ്പോഴും മനുഷ്യന് തകർച്ചയുണ്ടാകാനുള്ള ഒരു കാരണം ദൈവത്തിൽ നിന്ന് സഹായം സ്വീകരിക്കാതെ മനുഷ്യനിൽ നിന്ന് സഹായം തേടാൻ മാത്രം മുതിരുന്നതുകൊണ്ടാണ്. ഈശോ പറയുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും: ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് അയച്ച് തരികയും ചെയ്യും. ഈശോ സഹായകനാണ്. അതുപോലെ തന്നെ മറ്റൊരു സഹായകനെ ഈശോ നമുക്ക് തന്നിരിക്കുകയാണ്. അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് സഹായകനായതുകൊണ്ട്, പരിശുദ്ധാത്മാവ് ഹെൽപ്പറായതുകൊണ്ട്, പരിശുദ്ധാത്മാവിനോട് സഹായിക്കാൻ പറയുമ്പോഴാണ് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത്. ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മളോട് കൂടെയാണ്. ഈ ആത്മാവ് നമ്മുടെ കൂടെ നടക്കുകയാണ്. പരിശുദ്ധാത്മാവ് വ്യക്തിയും ശക്തിയും ദൈവവുമാണ്. ഇപ്പം പരിശുദ്ധാത്മാവ് സഹായിക്കാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിയായ അർത്ഥം ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നത് തന്നെയാണ്. യേശുക്രിസ്തുവിൻ്റെ പേര് തന്നെ എമ്മാനുവേൽ എന്നാണ്. എമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ്. അപ്പോൾ ഈശോ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാൻ എപ്പോഴും റെഡിയായി നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ഈ ആത്മാവിനോട് നാം ഒന്ന് സഹായിക്കാനായിട്ട് പറയണം. പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിക്കുന്ന വ്യക്തി ഒന്നാമതായി ആ വ്യക്തി ദൈവത്തോട് പറയേണ്ടത്, ദൈവമേ, പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. പാപമേതാണ് പുണ്യമേതാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ പ്രയാസപ്പെടുകയാണ്. മാർപ്പാപ്പമാർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്: കാലഘട്ടത്തിൻ്റെ ശാപം പാപബോധമില്ലായ്മയാണ്. ചെയ്യുന്ന കാര്യം പാപമാണെന്ന് മനസ്സിലാകുന്നില്ല എങ്കിൽ, ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ വലിയ തകർച്ചയ്ക്ക് കാരണമുണ്ടാക്കും. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ്. ഈശോ പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 7-8 വാക്യങ്ങൾ:
ഞാൻ പോകുന്നത് നല്ലതാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ സഹായകൻ നിങ്ങളുടെ അരികിലേക്ക് വരും. ഈ സഹായകൻ വന്നിട്ട് എന്താണ് നമുക്ക് ചെയ്തു തരുന്നത് എന്നാണ് തുടർന്നുള്ള വചനം പറയുന്നത്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 3 ബോധ്യങ്ങളാണ് പാപബോധം, നീതിബോധം, ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു ബോധം. അതുകൊണ്ട് പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് നാം ആദ്യം പ്രാർത്ഥിക്കേണ്ടത് പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കേണ്ടത്. കാരണം ദൈവം പരമപരിശുദ്ധനാണ്. പരമപരിശുദ്ധനായ ഒരു ദൈവത്തിന് പാപിയുടെ ഹൃദയത്തിൽ ഒരിക്കലും വസിക്കാൻ പറ്റുകയില്ല. ഒരു പാപിയുടെ മേലും ദൈവത്തിന് യാതൊന്നും ചെയ്യാൻ പറ്റുകയില്ല. പ്രഭാഷകന്റെ പുസ്തകത്തിൻ്റെ 15:12 പറയുന്നത് പാപിയെ ദൈവത്തിന് ആവശ്യമില്ല എന്നാണ്. പാപിയുടെ മേൽ ദൈവത്തിന് ഒന്നും ചെയ്യുക സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാവുന്ന ഒരു ചോദ്യമാണ്, പാപിയെ രക്ഷിക്കാനാണല്ലോ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം, അനുതപിക്കുന്ന പാപിയെ നോക്കി സ്വർഗം സന്തോഷിക്കുന്നു. വിശുദ്ധ ആഗസ്തീനോസ് പറഞ്ഞു, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച കർത്താവിന് നിന്നെ കൂടാതെ രക്ഷിക്കുക സാധ്യമല്ല. പ്രഭാഷകൻ ഇപ്രകാരം പറഞ്ഞു വച്ചിരിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യവും നൽകി. മനസ്സു വെച്ചാൽ നിനക്ക് കൽപ്പന പാലിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ മനസ്സാകണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം പരമപരിശുദ്ധനായ കർത്താവ് എൻ്റെ ഉള്ളിൽ വന്നിരുന്ന് എന്നെ എപ്പോഴും സഹായിക്കണമെങ്കിൽ പാപരഹിതമായ ഒരു ഹൃദയം എനിക്ക് വേണം. പാപം ഉപേക്ഷിക്കണമെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം. പാപം ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് നാം പ്രാർത്ഥിക്കണം. ഒന്നാമതായി, പരിശുദ്ധാത്മാവെ പാപം ഉപേക്ഷിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന്. പാപത്തിൻ്റെ തന്നെ രണ്ടാമത്തെ ഒരു മേഖലയാണ് ചില തഴക്കദോഷങ്ങൾ. മദ്യപാനം, മയക്കുമരുന്ന്, പൊടിവലി, പാൻപരാഗ്, മ്ലേച്ഛഭാവം, അശുദ്ധഭാവം, ചില തെറ്റായ സ്നേഹബന്ധങ്ങൾ, ചില തെറ്റായ കൂട്ടുകെട്ടുകൾ, പണം വെച്ചുള്ള ചീട്ടുകളി, പണം പലിശയ്ക്ക് വാങ്ങുക, കൊടുക്കുക, മറ്റുള്ളവൻ്റെ വസ്തുക്കൾ തട്ടിയെടുക്കുക, വഞ്ചിക്കുക, ചതിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പോൾ ഈ പാപം തഴക്കദോഷമായി നമ്മളിൽ മാറിയിട്ടുണ്ട്. ഒരു പാപം ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുമ്പോഴാണ് അത് തഴക്കദോഷമായി മാറുന്നത്. പിന്നെ അത് ശരീരത്തിൻ്റെ ഭാഗമായി തീരുകയാണ്. സകല പാപവും ചെയ്തിട്ട് ആ പാപത്തിൽ തുടർന്നിട്ട് ദൈവമേ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എങ്ങനെയാണ് നമ്മളെ സഹായിക്കാനായിട്ട് പറ്റുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ തിരുവചനം ശ്രവിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എന്നിൽ പാപമുണ്ടോ എന്ന് പരിശോധിക്കുകയും പാപം ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നത്. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് നമ്മുടെ മുഴുവനും പാപവും ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് പാപരഹിതമായ ഒരു ജീവിതം നയിക്കാൻ കർത്താവ് നമുക്ക് ശക്തി തരുന്നുണ്ട്. അതിനുള്ള ശക്തി പരിശുദ്ധാത്മാവാണ് നമുക്ക് തരുന്നത്. ആദ്യത്തെ ബലിയിൽ പങ്കെടുത്ത വിശുദ്ധ പത്രോസും യൂദാസുമൊക്കെ
കർത്താവിനെ തള്ളിപ്പറയുന്നു, ഒറ്റിക്കൊടുക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടും അവർ കർത്താവിനെതിരായി പ്രവർത്തിക്കുന്നു. അവർ കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നു. എന്നാൽ ഈശോ മരിച്ച് ഉയർത്തതിന് ശേഷം സഹിയോൻ മാളിക മുറിയിൽ അവർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. ഒരുപക്ഷെ അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി 24:49 നാം ഇങ്ങനെ വായിക്കും: ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരം വിട്ടു പോകരുത് എന്ന യേശുവിൻ്റെ വാക്ക് വിശ്വസിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് അവരിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. അപ്പോൾ ഒരു പ്രതീക്ഷ അർപ്പിച്ചത് പരിശുദ്ധാത്മാവിലാണ്. യേശുക്രിസ്തു തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഈശോയെ ഉയർപ്പിച്ചത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ആര് സഹായം ചോദിച്ചാലും ആത്മാവ് ആ വ്യക്തിയെ സഹായിക്കുവാൻ കടന്നു വരും. എത്രയോ വ്യക്തികളാണ് ദുശീലത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ച് മോചനം പ്രാപിക്കുന്നത്. എത്ര ശ്രമിച്ചിട്ടും മാറ്റാൻ പറ്റാത്ത ദുശീലത്തിൻ്റെ ബന്ധനങ്ങൾ പരിശുദ്ധാത്മാവേ അങ്ങ് എന്നിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മളിൽ നിന്ന് അത് മാറിപ്പോവുകയാണ്. പാപം ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു മനസ്സ് നമുക്കുണ്ടാകും. നന്മ ചെയ്യാനായിട്ട് തീഷ്ണതയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും. വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ നിന്ന് കോടിക്കണക്കിന് സമ്പത്തുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ വേഷവിധാനം കണ്ടു കഴിഞ്ഞാൽ അയാൾ മഹാസമ്പന്നനാണെന്ന് മനസ്സിലാവും. ഒരാഴ്ച പോട്ടയാശ്രമത്തിൽ ധ്യാനം കൂടിയ അദ്ദേഹം ധ്യാനം കഴിഞ്ഞതിന് ശേഷം ഒരു കാവി കളറുള്ള ഒരു ഷർട്ടും ഒരു കാവി കളറുള്ള മുണ്ടും ധരിച്ചു. കയ്യിൽ കിടന്നിരുന്ന 25 ലക്ഷം രൂപയുടെ വാച്ച് അദ്ദേഹം ഊരി മാറ്റി. വലിയ കയറുപോലെ വണ്ണമുള്ള മാല കഴുത്തേ കിടപ്പുണ്ട്, അതെല്ലാം മാറ്റി. അദ്ദേഹത്തിന് തന്നെ തോന്നുകയാണ് അതൊക്കെ വേണ്ട എന്ന്. മഹാസമ്പന്നനായ ആ മനുഷ്യൻ ആ പ്രവൃത്തി ചെയ്തപ്പോൾ ആ നാട്ടിലുണ്ടായിരുന്ന അനേകം ആളുകൾ ആദ്യമൊക്കെ പറഞ്ഞത് ധ്യാനം കൂടിയിട്ട് വട്ടായിപ്പോയി എന്നാണ്. എന്നാൽ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയുണ്ട്. ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ അദ്ദേഹം തയ്യാറാവുകയാണ്. ആകാശപ്പറവുകൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ഒരു കുറ്റിക്കിലച്ചനുണ്ട്, ജോർജ് കുറ്റിക്കിലച്ചൻ. അച്ഛൻ്റെ ആ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛനുമായി ഒന്നിച്ച് ജയിലുകളിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഈ അച്ഛൻ ചെന്നായിപ്പാറ എന്ന സ്ഥലത്ത് ഒരാശ്രമം ആരംഭിച്ചപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ സഹോദരൻ, കോടിക്കണക്കിന് സമ്പത്തുണ്ടായിരുന്ന ആ സഹോദരൻ, അദ്ദേഹം ഒരു ബൊലേറോ വണ്ടി ഓടിച്ച് ഈ ആശ്രമത്തിലെത്തി. ആ താക്കോല് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അച്ഛന് യാത്ര ചെയ്യാനുള്ളതാണ്. അതുപോലെ ദാനധർമ്മം ചെയ്യുന്ന വ്യക്തിയായി തീർന്നു. ഒരച്ഛൻ, ഒരു ധ്യാനഗുരു, വാടകയ്ക്ക് കീബോർഡ് എടുത്ത് മുന്നോട്ട് പോവുകയാണ് ശുശ്രൂഷ ചെയ്തത്. ആ അച്ഛൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ വാടകയ്ക്ക് കീബോർഡ് എടുക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ ഈ സഹോദരനോട് ഒരു വാക്ക് പറഞ്ഞപ്പോൾ, അതിനെന്താ, ആ ടീമിന് ഞാനൊരു നല്ല കീബോർഡ് വാങ്ങിച്ചു കൊടുത്തേക്കാം. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, പരിശുദ്ധാത്മാവ് എന്നോട് കൽപ്പിക്കുന്നു, ഞാനത് ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടത് ചെയ്യിക്കുന്നു. ഇന്ന് അദ്ദേഹം അനേകർക്ക് സഹായകനായി തീർന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവേശിച്ച് ആ വ്യക്തിയിലൂടെ അനേകരെ സഹായിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ടി വിയിലൂടെ ഈ തിരുവചനം ശ്രവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ഏത് വ്യക്തിയിലും ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് പറ്റും. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടം വരെയും പരിശുദ്ധാത്മാവ്
ചില വ്യക്തികളിൽ ചില പ്രത്യേക ദൗത്യ നിർവഹണത്തിന് വേണ്ടി കടന്നു വരികയും അവർ വേണ്ടത്ര കൃപയിലും വിശുദ്ധിയിലും നിലനിൽക്കുന്നില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് അവരിൽ നിന്ന് പറന്നു പോകുന്നതാണ് കാണുന്നത്. സാവൂളിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് സാവൂള് അവിശ്വസ്തനായി മാറിയപ്പോൾ സാവൂളിൽ നിന്ന് ദാവീദിലേക്ക് ആ ആത്മാവ് പറന്നു പോവുകയാണ്. ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോഴാണ് ഏലീഷായിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്. പകർന്നു കിട്ടുകയാണ്, പകരപ്പെടുന്ന ഒരഭിഷേകം പോലെ. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരാൾ വ്യക്തിപരമായി മുറിക്കുള്ളിലിരുന്ന് പരിശുദ്ധാത്മാവെ എന്നിലേക്ക് വരണമേ എന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവ് കടന്നു വരും. അങ്ങനെ ആത്മാവ് കടന്നു വന്ന് ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. കഴിഞ്ഞ ആഴ്ച ഒരു യൂത്ത് ധ്യാനത്തിൽ ഞാൻ സഹായിക്കുകയായിരുന്നു. ഒരു പെൺകുട്ടി സംസാരിക്കാൻ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, 4 വർഷമായി ഞാനൊരു ചെറുപ്പക്കാരനുമായി സ്നേഹത്തിലാണ്. ധാരാളം സമ്മാനങ്ങൾ അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട്. കല്യാണം കഴിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ എൻ്റെ സഭയിൽപ്പെട്ട ആളല്ല ആ വ്യക്തി. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വിട്ടുകിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. വിട്ടുകിട്ടിയാൽ അയാൾ എന്നെ ഉപദ്രവിക്കുമോ എന്നതാണ് എൻ്റെ ഭയം. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് സഹായിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവെ ആ മകനിൽ നിറയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സഹോദരി 1-2 മാസം പ്രാർത്ഥിക്കാൻ തയ്യാറായി. കർത്താവ് കരുണ കാണിച്ചു. എന്താ സംഭവിച്ചെന്നറിയാമോ? ആ പെൺകുട്ടിക്ക് തന്നെ ആ ചെറുപ്പക്കാരനെ ഉപേക്ഷിക്കാനുള്ള ചിന്ത കിട്ടി. ആ ചെറുപ്പക്കാരൻ ഫോൺ വിളിക്കാതായി. അവസാനം ഫോൺ വിളിച്ചിട്ട് പറയുകയാണ്, എനിക്ക് ഈ ബന്ധം തുടരാനായിട്ട് താല്പര്യമില്ല എന്ന്. പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ സഹായിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് സഹായകനാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു മേഖലകളിലും ആത്മാവ് സഹായിക്കും. ഒരു പാവപ്പെട്ട സ്ത്രീ ഒരു വീട്ടിൽ പോയി അടുക്കളപ്പണി ചെയ്താണ് കുടുംബം കഴിയുന്നത്. ആ വീട്ടുകാരോട് പറഞ്ഞു, എൻ്റെ കൊച്ചിൻ്റെ ആദ്യ കുർബാനയാണ്, എനിക്ക് 1000 രൂപ കടം തരുമോ? സഹായം ചോദിച്ചിട്ട് കിട്ടിയില്ല. വളരെ വേദനയോടെ ആ സഹോദരി പറയുകയാണ്, ഞാൻ സഹായം ചോദിച്ചപ്പോൾ അവരെന്നോട് മറുപടി പറഞ്ഞത് ഇങ്ങനെയാ, 1000 രൂപ കണ്ടിട്ട് കാലങ്ങളേറെയായെന്ന്. എന്തായാലും ആ സഹോദരി വളരെ സങ്കടത്തോടെ പോന്നു. ആ സഹോദരിയുടെ ഭർത്താവ് ഒരു ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു, 2 ലോട്ടറി. അതിൽ 20,000 വെച്ച് 40,000 രൂപ ഈ സഹോദരി വീട്ടിൽ വന്നപ്പോൾ ഭർത്താവിന് അടിച്ചു കിട്ടിയിരിക്കുകയാണ്. ഞാനത് പറഞ്ഞതുകൊണ്ട് നാളെ മുതൽ നിങ്ങൾ ലോട്ടറി എടുക്കാൻ പോകരുത്. ആ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം അങ്ങനെ ഇടപെട്ടു. ആ സഹോദരിയുടെ ഭർത്താവ് ഒരു ലോട്ടറി കച്ചവടക്കാരനാണ്. വിറ്റുപോകാത്ത 2 ടിക്കറ്റാണ് 20 ആയിട്ട് അടിച്ചു കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടികളുടെ ആദ്യ കുർബാന വളരെ മനോഹരമായി നടത്താനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പാവപ്പെട്ട സഹോദരി 1000 രൂപ സഹായം ചോദിച്ചിട്ട് വിഷമിച്ചു വന്നപ്പോഴാണ് ഞാനിങ്ങനെ പറഞ്ഞത്, വിഷമിക്കരുത്. ഒരാൾ നമ്മളെ സഹായിക്കും എന്ന് കരുതി നമ്മൾ സഹായം ചോദിക്കുകയും അവർ സഹായിക്കാതെ വരുമ്പോൾ നമുക്ക് അവരോട് വെറുപ്പോ ദേഷ്യമോ തോന്നിയാൽ ദൈവം സഹായിക്കാനുള്ള വഴി, ദൈവം സഹായിക്കാൻ മാറ്റിവെച്ചിരിക്കുന്ന വ്യക്തികൾ, ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയാണ്. ദൈവം സഹായിക്കാൻ മാറ്റിവെച്ചിരിക്കുന്ന വ്യക്തിയെ കാണാനുള്ള കണ്ണ് നഷ്ടപ്പെടും. ദൈവത്തിൻ്റെ സഹായത്തിൻ്റെ പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാണ്ടായിത്തീരും. നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാൻ പാടില്ലാണ്ടായിത്തീരും. ദാവീദിന് വളരെ വ്യക്തമായിട്ട് ഈ കാഴ്ചപ്പാടുണ്ടായിരുന്നു. സങ്കീർത്തനം 121:1 ദാവീദ് ഇങ്ങനെ പറയുകയാണ്, എനിക്ക് സഹായം എവിടുന്ന് വരും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. അപ്പോൾ നമുക്ക് സഹായം വരുന്നത് ദൈവത്തിൽ നിന്നാണ്. പ്രിയരെ, തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, സഹായിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഏത് മതത്തിൽപ്പെട്ട വ്യക്തിക്കും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ
എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും എല്ലാ മതസ്ഥരുടെ ഉള്ളിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട് പ്രിയരെ. കാരണം നന്മ ചെയ്യാനായിട്ട് നമുക്ക് തോന്നലുണ്ടാകുന്നുണ്ടോ, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി തന്നെയാണ്. പരിശുദ്ധാത്മാവുള്ള, ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നന്മ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ വായിച്ചു വന്ന തിരുവചന ഭാഗത്ത് കിടക്കുന്ന മറ്റൊരു കാര്യം ഇതാണ്: ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല. കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ, ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ, ഈ സഹായകനെ സ്വീകരിക്കാൻ ലോകത്തിന് കഴിയില്ല എന്ന് പറയുമ്പോൾ, ലോകം എന്ന വാക്കുകൊണ്ട് യോഹന്നാൻ അർത്ഥമാക്കുന്നത് പാപത്തിലൂടെ, തിന്മയിലൂടെ, നാശത്തിലൂടെ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് ദൈവത്തെ നിഷേധികളായി നടക്കുന്ന വ്യക്തികളെ മാത്രമാണ് ലോകം എന്നതുകൊണ്ട് യോഹന്നാൻ അർത്ഥമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, മനഃപൂർവ്വം നമ്മൾ ദൈവത്തെ വേണ്ട എന്ന് വയ്ക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് പറ്റും. ദൈവമേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞാൽ ഈശോ വരും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ എത്ര വലിയ പാപം ചെയ്ത വ്യക്തികളാണെങ്കിൽ പോലും ദൈവമേ എന്നിലേക്ക് വരണമേ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കടന്നു വരാനായിട്ട് പറ്റും. ദൈവമേ എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ പാപം ക്ഷമിച്ച് നമ്മളോട് കരുണ കാണിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, സഹായിക്കുന്ന ദൈവമാണ് അവിടുന്ന്. അപ്പോൾ ഒന്ന്, നമ്മുടെ പാപം നീങ്ങിപ്പോകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ട്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന തഴക്കദോഷങ്ങൾ നീങ്ങിപ്പോകാനായിട്ട് പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായി അടിഞ്ഞുകിടക്കുന്ന ചില മൂലപാപങ്ങളുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം, അസൂയ, അലസത, കോപം, ദ്രവ്യാസക്തി, ഭോഗാസക്തി, ഭോജനാസക്തി, ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്ന ചില സ്വാധീനമുണ്ട്. പാപത്തിൻ്റെ ചില സ്വാധീനമുണ്ട്. നന്മ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പാപം നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 7-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കും: ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു. എങ്കിലിത് ഞാനല്ല, എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പാപമാണ് എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനത്തെ നമ്മൾ നേരെ തിരിച്ചു പറയും: ഞാൻ ഇച്ഛിക്കുന്ന തിന്മയല്ല, ഇച്ഛിക്കാത്ത നന്മ ഞാൻ ചെയ്തു പോകുന്നു. എങ്കിൽ അത് ഞാനല്ല, എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പരിശുദ്ധാത്മാവാണ് എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. ഒരു വ്യക്തി രാവിലെ എഴുന്നേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് ആ വ്യക്തിയുടെ ജീവിതം കൊടുക്കുകയാണെന്ന് കരുതുക. പരിശുദ്ധാത്മാവേ, എന്നെ അവിടുന്ന് സംരക്ഷിക്കണമേ, എന്നെ അവിടുന്ന് നോക്കണമേ എന്ന് പറഞ്ഞാൽ സന്ധ്യയാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, ഉറങ്ങുന്നതിന് മുമ്പൊന്ന് പ്രാർത്ഥിച്ചാൽ, കണ്ണടച്ച് അല്പനേരം ഇരുന്നാൽ, നമ്മൾ രാവിലെ മുതൽ ഈ സമയം വരെ നമ്മൾ ആ നടന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ, പാപത്തിലേക്ക് വീഴാനുള്ള സാഹചര്യങ്ങൾ ഏറെ ഉണ്ടായിരുന്നിട്ടും അങ്ങോട്ടൊന്നും പോകാതെ കർത്താവ് സംരക്ഷിച്ചത് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. പാപം ചെയ്യാനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വഴി തിരിച്ചുവിടുന്ന കർത്താവ്, ദൈവം നമ്മളെ ഒരു പ്രത്യേക രീതിയിൽ പരിപാലിക്കും പ്രിയരെ. അങ്ങനെ ആത്മാവ് നിറഞ്ഞ വ്യക്തി ഇങ്ങനെ പറയും, പ്രഭാഷകന്റെ പുസ്തകത്തിൻ്റെ 31:10: പാപം ചെയ്യാൻ അവസരമുണ്ടായിട്ടും തിന്മ ചെയ്യാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ നീതിമാൻ, അവൻ്റെ ഐശ്വര്യം സ്ഥിരമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപരഹിതമായ ഒരു ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമുക്ക് സാമ്പത്തികമായി സഹായം വേണോ? പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ കെട്ടിച്ചയക്കണോ? പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിക്കണം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പരിശുദ്ധാത്മാവെ എൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ എന്ന് പറയണം. കഴിഞ്ഞ ദിവസം സിംലയിൽ നിന്ന് ഒരു സഹോദരി ഫോൺ വിളിച്ചിരിക്കുകയാണ്. മകൻ പരീക്ഷയ്ക്ക് തോറ്റു എന്നതിൻ്റെ പേരിൽ വീട് വിട്ടുപോയിരിക്കുന്നു. എവിടെയാണെന്ന് അറിയാൻ പാടില്ല. എന്തു ചെയ്യും? ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, പരിശുദ്ധാത്മാവെന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കൂ. ഒരു വിവരം കിട്ടാതിരിക്കുകയില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ
ആ സഹോദരി വീണ്ടും വിളിച്ചു, എൻ്റെ മകൻ നേപ്പാളിൽ നിന്ന് ഫോൺ വിളിച്ചിരിക്കുന്നു. പരീക്ഷയ്ക്ക് തോറ്റതിൻ്റെ പേരിൽ അപ്പനും അമ്മയും വഴക്ക് പറയും എന്ന് കരുതി പേടിച്ചു പോയതാണ്. വഴക്കൊന്നും പറയുകയില്ല, നീ തിരിച്ചു വരിക എന്ന് പറഞ്ഞപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞിരിക്കുന്നു. 3 ദിവസം പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചതാ. സിംലയിൽ നിന്ന് നേപ്പാളിലെത്തിയിരിക്കുന്നു. അവിടുന്ന് ഇതാ തിരിച്ചു വരുന്നു. അതെ, കർത്താവ് നമ്മളെ സഹായിക്കാൻ കാത്തു നിൽക്കുകയാണ് പ്രിയരെ. പരിശുദ്ധാത്മാവിന് ഇടപെടാനായിട്ട് പറ്റും. ഒരു സഹോദരി എന്നെ ഫോൺ വിളിച്ചു, എൻ്റെ കുഞ്ഞിന് 3 മാസമായി ഗർഭത്തിലാണ്, അബോർഷൻ ചെയ്ത് കളയണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്. കുഞ്ഞിന് അംഗവൈകല്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു സുവിശേഷകനായി ഞാൻ എങ്ങനെ കുഞ്ഞിനെ അബോർഷൻ ചെയ്യുമെന്ന് പറയാനായിട്ട് പറ്റും? ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച് സഹായിക്കാം, നിങ്ങളും പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവിനോട്. അംഗവൈകല്യമാണ്, എന്താണെങ്കിലും ആ കുഞ്ഞ് പ്രസവിക്കട്ടെ. അങ്ങനെ പലരും എതിർപ്പുണ്ടായിട്ടും ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്തില്ല. ആ കുഞ്ഞിനെ പ്രസവിച്ചു, ഒരാൺകുഞ്ഞ്, ആരോഗ്യമുള്ളൊരു കുഞ്ഞ്, ഒരു കുഴപ്പമില്ല. ഈ കോഴിക്കോട് എന്ന സ്ഥലത്ത് ഞാനൊരു കൺവെൻഷൻ നടത്തിയപ്പോൾ ആ കുഞ്ഞിനെയുമായി വന്ന് ആ സഹോദരി സ്റ്റേജിൽ കയറി സാക്ഷ്യം പറഞ്ഞു. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും, അവൻ സഹായകനാണ്. എല്ലാ കാര്യത്തിലും നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള നല്ല ദൈവമേ, അവിടുന്ന് പറഞ്ഞല്ലോ, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് അയച്ചു തരുമെന്ന്. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് കഴിയുകയില്ല. അല്പം കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, പക്ഷെ നിങ്ങൾ എന്നെ കാണും. കർത്താവേ, അവിടുന്ന് ഈ ലോകത്തിൽ 33 വർഷം ജീവിച്ചു. അപ്പോൾ ലോകത്തിലുള്ളവർക്ക് അങ്ങയെ കാണാമായിരുന്നു. അങ്ങ് മരിച്ച സ്വർഗത്തിലേക്ക് പോയി. ഇപ്പോൾ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ അങ്ങയെ കാണുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഞങ്ങൾ അങ്ങയെ കാണുന്നു. ഈശോയെ തള്ളിപ്പറഞ്ഞ പത്രോസ് അപ്പസ്തോലൻ പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ കർത്താവിന് വേണ്ടി മരിക്കാനുള്ള ധൈര്യമുള്ള വ്യക്തിയായി തീർന്നു. അങ്ങയെ കണ്ടതുകൊണ്ടാണല്ലോ അങ്ങേക്ക് വേണ്ടി മരിക്കാനുള്ള ധൈര്യം പത്രോസ് അപ്പസ്തോലനുണ്ടായത്. യൂദാസിൻ്റെ അജ്ഞത കൊണ്ട് കെട്ടിഞ്ഞാണി ചത്തു. ജീവിച്ചിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് വെളിപാട് നൽകി വഴി നടത്തിയാനെ. കർത്താവെ, അങ്ങയുടെ വെളിപാട് സ്വീകരിച്ച് വളരുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ചറിയാൻ കൃപ തരണമേ. സഹായം തേടി മനുഷ്യൻ്റെ അരികിലേക്ക് പോകാതെ ദൈവത്തിൽ നിന്ന് സഹായം സ്വീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. തിരുവചനം ശ്രവിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്ത് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.